ഹലോ, ഇന്ന് ഞാൻ എൻ്റെ താഴെയുള്ള മോനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങാനായിട്ടുള്ള യാത്രയിലാണേ. അപ്പോൾ എന്താണ് സർപ്രൈസ് എന്ന് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒന്ന് കാണല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകും. ഇന്ന് യാഷിൻകുട്ടിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ പോവാണ് കേട്ടോ. എന്നിട്ടായിരിക്കും യാഷിനെ സർപ്രൈസ് എന്ന് പറഞ്ഞ് ഗസ് ചെയ്തിട്ട് പറയ്. കണ്ടോ, ഇതിൻ്റെ പ്രശ്നം ചോദിച്ചെന്നാ പറയുന്നിട്ടാണ് സർപ്രൈസ്. ബോക്സാ? പിന്നെയാ സ്കെയില്. കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുള്ളൂ കേട്ടോ. പാവം കുട്ടിയെ ബോക്സ് സ്കെയിലൊക്കെ പ്രതീക്ഷിച്ചിരിക്കണേ. അപ്പൊ സർപ്രൈസ് എന്നിട്ട് നമുക്ക് കാണാം കേട്ടാ. ആ കണ്ണു വിട്ടോടാ. സൈക്കിള് കടയിൽ എത്തുന്നത് വരെ കണ്ണടച്ച് പിടിച്ച് കൊണ്ടുപോകണമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ പകുതിക്ക് വെച്ചിട്ട് തന്നെ അവൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൊതറി രക്ഷപ്പെട്ടു. ഇപ്പോൾ കാര്യമൊക്കെ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവില്ല എല്ലാവർക്കും. നമ്മൾ അവനൊരു സൈക്കിൾ വാങ്ങിച്ച് കൊടുക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കുറേ നാളായി അവനൊരു പഴയ സൈക്കിൾ ചവിട്ടി നടക്കുന്നു. കുറേ വർഷമായി അവൻ അത് ചവിട്ടി നടക്കുന്നത്. അപ്പം എപ്പോഴും അതിൻ്റെ ചങ്ങല തെറ്റി പോവും. പിന്നെ അതുപോലെ അത് ശരിയാക്കിയിട്ട് അത് എപ്പോഴും കംപ്ലൈൻ്റ് ആവുന്ന കാരണം അവനൊരു പുതിയ സൈക്കിൾ വാങ്ങിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും അവിടെ ചെന്നിട്ട് എല്ലാ സൈക്കിളിലും കയറിയിട്ട് അവൻ്റെ ഉയരത്തിനനുസരിച്ചിട്ടുള്ളതിലൊക്കെ കയറിയിട്ട് നോക്കി. അങ്ങനെ ഫൈനലി ഒരു റെഡ് സൈക്കിളാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ സൈക്കിള് എടുത്തതിന് ശേഷം ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള വീട്ടിൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് നോക്കിയായിരുന്നു അവനത് ചവിട്ടാൻ പറ്റുന്നുണ്ടോ, ഉയരമൊക്കെ കറക്റ്റാണോ എന്ന്. അവനിങ്ങനെ വലുതായി വരുന്നത് കൊണ്ട് ഇപ്പോൾ ഉള്ള ഇതിനേക്കാളും കുറച്ച് ഉയരം കൂടുതലുള്ള സൈക്കിളാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുവന്ന് ഇറക്കിയത് വീട്ടിൽ. അപ്പോൾ അവനത് കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടാണ്. എന്തായാലും അവനും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. കുറേ നാളായിട്ട് അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അവനിത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന്. അവൻ കട്ടറും സ്കെയിലൊക്കെയാണ് ഞാനിങ്ങനെ സർപ്രൈസിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നത്. എന്തായാലും ആഷിൻകുട്ടന് വെക്കേഷനായിട്ട് ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ചാനൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.